മാളവികയുടെ ഒരു വേഷം എന്താണ് അപ്പോൾ ഈ സിനിമ? മാളവിക ടീനയുടെ ക്യാരക്ടർ നോക്കാൻ വരുന്ന ഹോം നേഴ്സാണ്, ഒരു ന്യൂജൻ. ഇവരൊക്കെ വരട്ടി വാത്സല്യം കൊണ്ട് വരട്ടില്ല, അങ്ങനത്തെ ഇതേ ഏജിലുള്ള ക്യാരക്ടറാണ് അമല എന്ന ക്യാരക്ടറിൻ്റെ പേര്. ത്രൂട്ട് വിഷമാണ്. ഇവരെല്ലാവരും തമ്മിലുള്ള ബ്രിഡ്ജാണ് അവർ. വിവിധ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഇമോഷണൽ ആൻഡ് ഇന്നസെൻ്റ് ആയ ഒരു ബ്രിഡ്ജാണ് ആ കുട്ടിയുടെ ക്യാരക്ടർ. ഈ രണ്ട് പ്രായം ചെയ്യുമ്പോൾ എളുപ്പം ഏതായിരുന്നു, അല്ലെ പാട് ഏതായിരുന്നു? സാധാരണയുള്ള ഏജ് ആയിരുന്നോ, അല്ലെ പ്രായമായ വേഷം അവതരിപ്പിക്കാനായിരുന്നോ പാട്? എല്ലാം ഒരു പണി തന്നെയുള്ള കാര്യങ്ങൾ. കാരണം എഴുതി വെച്ചിരിക്കുന്ന ഡയലോഗ്സ് നമ്മൾ നിസ്സാരമായിട്ട് യൂഷ്വലി അതോടൊപ്പം ഉണ്ടാകുന്നത് അങ്ങനെയല്ല. ഇയാൾക്ക് ഇയാൾക്ക് പാണ്ഡിത്യമുണ്ട്, സംസ്കൃതം ഒക്കെ നന്നായിട്ട് വിവരമുള്ളവരാണ്, പണ്ട് മുതൽ വന്നിട്ടുള്ളതുകൊണ്ട് അതിന് ഡയലോഗ് പ്രസൻറ്റേഷനും മോഡുലേഷനൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം എനിക്ക് ഒരു പുതിയ സ്റ്റുഡൻറ്റിൻ്റെ പോലെ ഈ അധ്യാപകൻ്റെ കൂടെ നിന്ന് ഞാൻ പഠിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇത്രയും കാലം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ പ്രായത്തിലുള്ള ക്യാരക്ടേഴ്സായിരുന്നു, അത് ഞാൻ തന്നെ ആയി മാറി. ഇത് ശരീരവും മാറണം എന്ന് പറയുന്ന പോലെ തന്നെ നടപ്പിലും എല്ലാം വ്യത്യാസപ്പെടുത്തണം. അതും ഈ മോക്കിങ് ഒരു മിമിക്രി ആകരുത്. അതെ അതെ അതെ, അനുകരണമായി പോകും. അതാണ് സ്ക്രീനിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ മിമിക്രി മറക്കണം. അത് വന്ന വഴി മറക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. മിമിക്രിങ് കണ്ടതിന് ആൾക്കാർ അപ്പം തന്നെ പിടിക്കും. അപ്പോൾ ഇദ്ദേഹം കൊണ്ടു കിടക്കുന്ന ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ അയ്യപ്പനുണ്ട്, മണിച്ചേട്ടനായിരുന്നു. അപ്പോൾ ഒരിക്കലും ഞാൻ മണിച്ചേട്ടനായിട്ട് സാമ്യപ്പെടുത്താൻ സാധിക്കില്ല. ലോക സിനിമയിൽ ഇങ്ങനെ ഒരാളില്ല. ഞാൻ പറയുന്നത് അദ്ദേഹത്തിനെ പറയുന്നത് സ്റ്റേജിലെ കൂലിപ്പണിക്കാരനാണ്. അതെന്തായത് നമ്മളൊക്കെ പലരും ഇപ്പോൾ ഞാനൊക്കെ അദ്ദേഹത്തിനെ കണ്ടിട്ട് കുറച്ച് പണിയെടുക്കാൻ തുടങ്ങി. എല്ലാവരും മേക്കപ്പ് ഇട്ട് വരിക, നല്ല ഡ്രസ്സിൽ. ഏതെങ്കിലും സ്റ്റേജ് ഷോയിൽ അങ്ങനെ വേർത്തൊലിച്ച് നിൽക്കുന്ന ആളെ കണ്ടിട്ടുണ്ടോ? മണിച്ചേട്ടനേ ഉള്ളൂ. അദ്ദേഹം വേർത്തൊലിച്ച് ആൾക്കാരെ ചിരിപ്പിച്ച് മിമിക്രി കാണിച്ച് തലകുത്തി മറിഞ്ഞ് കൊരങ്ങനും ദിനോസറൊക്കെ കളിച്ച് ലാസ്റ്റ് സ്റ്റേജിൽ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ പോണത്. അപ്പോൾ സ്റ്റേജിൽ കൂലിപ്പണി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നിഴൽ പോലും ആകാൻ എനിക്ക് സാധിക്കില്ല. പിന്നെ പല അപകടങ്ങളും പ്രശ്നങ്ങളും ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാനൊരു വ്യാജമായിട്ട് പറയില്ല, സത്യമാണ്. മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഈ നിമിഷം വരെ എന്തൊക്കെ ഒന്ന് കറക്കിടത്തിലാണ് തുടങ്ങിയത്. മഴ കുത്തി പെയ്യുന്ന സമയത്ത് നമ്മുടെ അവിടെ ലൊക്കേഷനിൽ മാത്രമില്ല, തൊട്ട് 1 കിലോമീറ്റർ അപ്പുറം നിറയെ മഴ. ഇത് കണ്ണ് നിറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ മുഖത്ത് വരുന്നില്ലെങ്കിലും അങ്ങനെ വരാൻ എനിക്ക് സാധിക്കില്ല. എനിക്ക് അങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ എനിക്ക് ചിരിപ്പിക്കാനാണ് ഇഷ്ടം. നമുക്ക് പല വേദനകളുണ്ടെങ്കിലും പുറത്ത് ഞാൻ കാണിക്കാറില്ല. മണിച്ചേട്ടൻ ഒരുപാട് കരയിപ്പിച്ചിട്ടുള്ള ആളാണ്. മണിച്ചേട്ടൻ പെട്ടെന്ന് പൊട്ടിപ്പോകും. പക്ഷേ ഈ ഒരുപാട് അനുഗ്രഹങ്ങൾ, അതാണ് ഞാൻ പറയുന്നത്. ഈ സിനിമയുടെ കൺട്രോളർ ശശി പൊതുവാൾ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു, പക്ഷെ അദ്ദേഹം അല്ല, ദൈവമായിരുന്നു. ശരി, കാരണം തിനി ഇത്ര ഇമോഷണലായിട്ടൊരു സ്ഥലത്ത് സംസാരിക്കുന്നത് ഞാൻ ഇതൊരു കണ്ടിട്ടില്ല. ഞാൻ കണ്ട ഇൻ്റർവ്യൂസിലൊന്നും അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കുന്ന ടിനി ഇത്ര ഇമോഷണലായിട്ട് കണ്ടിട്ടില്ല. പിന്നീട് മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, വന്ന വഴി ഒരിക്കലും ടിനി മറന്നിട്ടില്ല. ടിനി എപ്പോഴും പറയാറുണ്ട്, ഞാൻ സ്റ്റേജിൽ നിന്ന് വരുന്നത് സ്റ്റേജ് തന്നെയാണ് എൻ്റെ. അല്ല, എനിക്ക് നല്ലതാണ് ഈ ഒരു വളർച്ച. എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളരുമ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ മനുഷ്യനല്ലാതായി മാറരുത്. നമ്മളെല്ലാം കണ്ടും പഠിച്ചും വരുമ്പോൾ നമ്മൾ ബുദ്ധിയുള്ളവനായിരിക്കും. അനുഭവം ഇത്രയൊക്കെ ഉള്ളൂ. മനുഷ്യൻ അംബാനി മരിച്ചാലും ഞാൻ മരിച്ചാലും 6 അടി മണ്ണിലാണ്. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ജാടകളോ പ്രശ്നങ്ങളോ ഷോമാൻഷിപ്പ് ഒന്നും ഉണ്ടാവില്ല. സാധാരണ ഞാൻ പുലിയല്ല, പൂച്ചയാണ്. അപ്പോൾ ആൾക്കാരുടെ ഇടയിൽ കൂടെ നടന്നാൽ ആൾക്കാർ പേടിക്കൊന്നുമില്ല, കാണുമ്പോൾ ചിരിയുണ്ട്. എനിക്ക് അങ്ങനെ നല്ല മനുഷ്യൻ എന്ന പേരെടുക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. ജോയ് മാത്യു പറയും, നിനക്ക് ഒരു കൾച്ചറൽ ക്യാപിറ്റലാണുള്ളത്. എനിക്കത് മാത്രമേ ഉള്ളൂ മുതലായിട്ട്. അത് അദ്ദേഹം ഉണ്ടാക്കിയൊരു വേർഡാണ്, കൾച്ചറൽ ക്യാപിറ്റൽ. നിനക്ക് കൾച്ചറൽ ക്യാപിറ്റൽ ഉണ്ടോ ജോയ് മാത്യു. അപ്പോൾ ആ ഒരു ബന്ധം എന്നും നിലനിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ചേഞ്ചസ് ഒന്നും വരരുത്. ചേഞ്ചസ് വന്നാൽ ഏഭ്യനാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തിനാ മാറുന്നത്? അവനൊരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല. എന്നും ഒരേപോലെ ഉള്ളവരായിരിക്കും നമ്മുടെ മനസ്സിൽ. ദൈവത്തിൻ്റെ സ്ഥാനമായിരിക്കും അവർക്ക്.